കേസിൽ വെളിപ്പെടുത്തലുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടന്നതായി മുതിർന്ന കോൺഗ്രസ് നേതാവും സ്പീക്കറുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ടി.പി. വധക്കേസിന് പിന്നാലെ പ്രതികളെ തങ്ങൾ ഹാജരാക്കിയേക്കാമെന്ന് പറയുന്ന പഴയ ശൈലി അവിടെയും ഉണ്ടായതായും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിച്ചു. സാറേ, ഞങ്ങൾ 4 പേരെ തന്നാൽ പോരെ? ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും ഞങ്ങൾ പേര് തന്നേക്കാമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ ആത്മധൈര്യം ഉണ്ടായതുകൊണ്ടാണ് കേസ് ശരിയായ പാതയിൽ പോയത് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതകം നടന്ന സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു ആഭ്യന്തരമന്ത്രി. ടി.പി. വധക്കേസിന് പിന്നിലെ ഗൂഢാലോചന പൂർണ്ണമായും വെളിച്ചത്ത് കൊണ്ടുവരുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു എന്ന വിമർശനത്തെ ഗൗരവമായി എടുക്കുന്നില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അതിനുശേഷം വലിയ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തന്നെയുമല്ല, ഇത്തരം കേസുകളിൽ എത്ര പേരെ അറസ്റ്റ് ചെയ്താലും ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ജനങ്ങൾ എപ്പോഴും പറയും. എന്നാൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്നില്ല എന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് പുനരന്വേഷണം ആവശ്യപ്പെടാതിരുന്നത്? കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യണമെന്ന് അവർ എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചു. കുഞ്ഞനത്തിനപ്പുറം ആളുകൾ ഉണ്ടായിരുന്നോ എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ലാതെ കമന്റ് പറയുന്നത് ശരിയല്ല. നമ്മൾക്ക് ഒരു നിലയുണ്ട്, അതിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. അതിനപ്പുറം വ്യക്തിപരമായി ഇഷ്ടമല്ലാത്തവർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അവർക്ക് കോടതിയിൽ പറയാം. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. തെളിവുകളില്ലാതെ ഒരാളെ ഉൾപ്പെടുത്തിയാൽ ബാക്കിയുള്ള ആളുകളെയും മനഃപൂർവ്വം കുടുക്കിയെന്ന് വരില്ലേ? തെളിവില്ലാത്തത് ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തെളിവുള്ള കാര്യവുമായി മുന്നോട്ട് പോവുക. അങ്ങനെ സത്യസന്ധമായി പോയതുകൊണ്ടാണ് കേസ് വിജയിച്ചത്. അല്ലെങ്കിൽ കേസ് വിജയിക്കില്ല. പയ്യോളി പോലീസ് സ്റ്റേഷനിൽ പി. മോഹനനെ അറസ്റ്റ് ചെയ്തില്ലേ? അദ്ദേഹത്തെ ചോദ്യം ചെയ്തില്ലേ? അതിനുശേഷം അദ്ദേഹം ജയിലിൽ കിടന്നില്ലേ? പി. മോഹനൻ വേറെ പക്ഷത്ത് നിൽക്കുന്നയാളാണ്. എന്നാൽ കേസിനകത്ത് പ്രതിയാക്കാൻ പറ്റില്ല. പി. ജയരാജനെതിരെയും മകനെതിരെയും ആരോപണം വന്നല്ലോ. ഞാൻ ആവശ്യമില്ലാത്തത് കൊണ്ടുവരാൻ സമ്മതിക്കില്ല. കള്ളക്കേസ് ഉണ്ടാക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. രാഷ്ട്രീയമായി യോജിപ്പും വിയോജിപ്പും രണ്ടാമത്തെ കാര്യമാണ്. ഇല്ലാത്തയാളെ കൊലക്കേസിൽ ഉൾപ്പെടുത്തുന്നത് ശരിയാണോ? കൊല ചെയ്തു, പ്രതികളെ ഞങ്ങൾ ഹാജരാക്കിയേക്കാം എന്ന് പറയുന്ന പഴയ ശൈലി ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, സാറേ, ഞങ്ങൾ 4 പേരെ തന്നാൽ പോരെ? ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ പേര് തന്നേക്കാം, വേണ്ട, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ ആത്മധൈര്യം ഉണ്ടായതുകൊണ്ടാണ് കേസ് ശരിയായ പാതയിൽ പോയത്. അതിനർത്ഥം ഇല്ലാത്ത ആളെ കേസിൽ ചേർക്കുക എന്നതല്ല. നീതിബോധത്തിന്റെ അംശത്തിലാണ് പോയതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി.